ഹായ് എവരി വൺ, ശിവദാൻ ടാരോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവർ നിങ്ങളെ പറ്റി എന്താണ് മനസ്സിലാക്കുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ഇത് നോക്കാം. ഇവിടെ ഓവറോൾ എനർജി വന്നത് 7 ഓഫ് പെന്റിക്കിളുടെ എനർജിയാണ്. 7 ഓഫ് പെന്റിക്കിളുടെ എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളെ അവർ ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളാണ് അവർക്ക് സന്തോഷം നൽകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നാലാവുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, കുറച്ചുകൂടെ ക്ഷമയോടെ കാത്തിരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ പേഴ്സണിന്റെ റൂട്ട് ലെവലിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങൾ അത്രയ്ക്കും ആഴത്തിൽ വേരുറച്ചു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊന്നിനും ആവില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷനിലൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ പരസ്പരം ഒരു ബന്ധമില്ലാത്ത ഒരു ജീവിതം, അത്തരം ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. അപ്പം വെറുതെ വഴക്കും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയ സമയങ്ങളാണ് ഇതുവരെ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷനിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ അവർക്ക് കൺഫ്യൂഷൻ വരുന്നതായിട്ട് കാണാം. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു തോന്നൽ. അല്ലെ, നിങ്ങൾ ആ വ്യക്തിയെ ചൂസ് ചെയ്യുമോ, നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമോ, നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അവരിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് അവർക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലാകുന്നത്. അവർക്ക് ഒരുപാട് വേദന, പെയിൻ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല മാറ്റങ്ങളും കൊണ്ടുവരണം എന്ന്, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച വ്യക്തികളായതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ജീവിതത്തിലായാലും എന്തായാലും ഒരുപാട് വേദനയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുവരെ ആ പേഴ്സൺ അറിഞ്ഞില്ല പെയിൻ എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല എന്ന്. നിങ്ങളുടെ വേദന എന്താണ്, നിങ്ങളുടെ വിഷമം എന്താണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല. ആ വ്യക്തിക്ക് ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്നിവിടെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാകുന്നത്, നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾ അകന്നു നിന്നപ്പോൾ, വിട്ടുപോയപ്പോഴാണ് അവർക്കത് തിരിച്ചറിവുണ്ടാകുന്നത്. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത്രയും പ്രതിസന്ധിയിലാണല്ലോ നിൽക്കുന്നത്, എന്ത് ചെയ്താലാണ് ശരിയാവുക, ഏതെടുത്താലാണ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആകെ ജീവിതം കുഴഞ്ഞു മറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സ് നിറയെ സ്നേഹമാണ്. പക്ഷെ എത്ര സ്നേഹമുണ്ടെങ്കിലും എന്തൊക്കെ സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിലും ആ വ്യക്തി അത് പുറമെ പ്രകടിപ്പിക്കില്ല. അത്തരം ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളും ആ ഒരു സിറ്റുവേഷനെ കൂടെ തന്നെ നിങ്ങളും വിട്ടുകൊടുക്കാത്ത ഒരു വ്യക്തിയായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിൽ സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേ ഫോക്കസ് ചെയ്ത് പോകുന്നു. നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നു. പക്ഷെ ഈ വ്യക്തി എന്തൊക്കെ നിങ്ങളിൽ നിന്ന് മാറാൻ ശ്രമിച്ചാൽ, ഒഴിഞ്ഞു മാറി നിങ്ങൾ സ്നേഹം കാണിക്കാതിരുന്നാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങോട്ടാ പോകണം, നിങ്ങൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ പ്രതിസന്ധിയോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെ, നിങ്ങളെ തടഞ്ഞു വെച്ച ഒരു സാഹചര്യമാണ്. തടഞ്ഞു വെച്ചതെന്ന് പറയാൻ, നിങ്ങളുടെ കാര്യങ്ങൾ അവർ നിങ്ങളറിയാതെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റെന്ത് വിട്ടാലും നിങ്ങളെ വിടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ വ്യക്തിക്ക് ഇപ്പോഴുള്ളത്. ഈ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഒരു സഹായത്തിനൊക്കെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ. ചിലപ്പോൾ ഒന്നായി സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ വ്യക്തിക്ക് ഏത് സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി നഷ്ടപ്പെടുക, ആ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എല്ലാത്തിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരണം. ഇത്തരം ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങളും ആകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, നിങ്ങളെ കാണണം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ള തോന്നൽ. അവർ അത്തരം ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഇപ്പൊ നിൽക്കുന്നത് ഏതോ ഒരു ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ്. ചിലപ്പോൾ അത് ജോലി സംബന്ധമായ സാധ്യത, ഒരു ലോങ് ഡിസ്റ്റൻസ് അവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ദൂരത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളോ, അല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളോ, അല്ലെ സാമ്പത്തികമായിട്ട് അവിടെ ദൂരസ്ഥലത്ത് നിന്നൊരു സാമ്പത്തികം കിട്ടാത്ത വ്യക്തികളോ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥ, അത്തരം ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന അത് താല്പര്യമില്ലാത്ത വ്യക്തികൾ, അതുകൊണ്ട് ഈ വ്യക്തിയെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിൽക്കുന്നു. അത്തരം ഒരു അവസ്ഥയിൽ കൂടിയൊക്കെയാണ് ഈ വ്യക്തി പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല. അത്രയും സ്ട്രോങ് ആയ ഒരു നെഗറ്റീവായ സാഹചര്യമാണ് ഈ വ്യക്തിക്കുള്ളത്. ഇത് കൂടുതലായിട്ടും ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരായിരിക്കാം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, രണ്ടുപേരും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടും സ്ട്രോങ്ങും ബോൾഡുമായ വ്യക്തികളായിട്ട് തന്നെ ഇവിടെ കാണാൻ പരസ്പരം മനസ്സിലാക്കാനും ഈ രണ്ട് വ്യക്തികൾക്കും മനസ്സിലാകുന്നുണ്ട് ഈ വ്യക്തി തന്നെയാണ് എൻ്റെ ലൈഫിന് പറ്റിയത് എന്നുള്ളത്. അതൊരു ക്യാരക്ടർ എല്ലാ രീതിയിലും ഒരു മാച്ചായ വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടു പേരും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക, എങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം കാണാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾ അത് പ്രകടിപ്പിക്കുന്നില്ല. ആ വ്യക്തി ഇപ്പോൾ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ഈ വ്യക്തി കുറച്ച് സ്ട്രോങ് ആയാലും ഈ ഒരു ഈഗോ ഉള്ള വ്യക്തിയായിട്ടേക്കാളും നിങ്ങളും അത് ഈഗോ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പം ചിന്തിക്കുന്നത് അവരുടെ ഈഗോ മാറ്റി വെക്കാം, നിങ്ങളോട് കുറച്ച് സ്നേഹമായിട്ട് പെരുമാ, പക്ഷെ ഈ വ്യക്തിക്ക് ചുറ്റിലും ശത്രുക്കളാണ്. അതുകൊണ്ട് ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ വ്യക്തി ചിന്തിക്കുക, നിങ്ങളുടെ സ്നേഹം തന്നെ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു മനസ്സിന് സമാധാനം കിട്ടുമായിരുന്നു. ഇത്തരം നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടുമായിരുന്നു. നിങ്ങളുടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ ഈ വ്യക്തിയിൽ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ വ്യക്തി ഇപ്പൊ എല്ലാത്തിൽ നിന്നും മാറിപ്പോകാൻ ആഗ്രഹം, ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതായിരിക്കും. ആ വ്യക്തി ഒരു ഈഗോ ഉള്ള വ്യക്തിയാണ്. ആ വ്യക്തി അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത, അവർക്ക് കിട്ടണം, എല്ലാവരും അവരെ സ്നേഹിക്കണം എന്നുള്ള ചിന്താഗതി ആയിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുക. നിങ്ങൾ അവരെ സ്നേഹിക്കണം, അവരെ കെയർ ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ രണ്ടാളും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളായിട്ടാണ് മനസ്സിലാവുന്നത്. അത് ഇപ്പോൾ ആ വ്യക്തി അത് മാറ്റി വെക്കുന്നു, ആ ഈഗോ മാറ്റി വെക്കുന്നു. നിങ്ങളിലേക്ക് വരാൻ ആ വ്യക്തിയുടെ അവസ്ഥ അത്രയും സങ്കടകരമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു നല്ല പവറുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. നല്ല ജോലിയോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ടതായിരിക്കും. അങ്ങനെയായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത്. പക്ഷെ അവര് നിങ്ങളുടെ ഒരു കോളിനോ മെസ്സേജിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളെ നോക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഫോണിലൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളാണ്, മറ്റൊന്നിലേക്ക് അവർക്ക് ശ്രദ്ധ പോകുന്നില്ല എന്നാണ് അവിടെ കാണാൻ സാധിക്കുക. നിങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കും. നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആഗ്രഹിച്ച ജീവിതം, ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, എല്ലാ അഭിവൃദ്ധി, എല്ലാ അബണ്ടൻസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അത്തരം ഒരു വ്യക്തി ആയിരിക്കും മുമ്പേ എല്ലാ കാര്യങ്ങളും ഒരു പരിപൂർണതയിലുള്ള ഫുൾഫിൽമെന്റ് ആയ ഒരു വ്യക്തിയായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധിയും നല്ല ജോലി എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. പെട്ടെന്നാണ് അതെല്ലാം കൂടെ തകർന്ന് തരിപ്പണമായിട്ട് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ചെന്ന് പെട്ടത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇത്രയധികം വേദനിക്കുന്നു, ദുഃഖിക്കുന്നു. ആ വ്യക്തി ഇപ്പോഴാണ് ശരിക്കും കഷ്ടപ്പാട് എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്, സ്നേഹം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മനുഷ്യജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര തന്നെ ബന്ധങ്ങളിലൂടെയാണ്. വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, അങ്ങനെ പോകുന്ന ബന്ധങ്ങൾ. നമ്മളെ എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട്
ഓരോ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്നുണ്ട്. പരസ്പര വിശ്വാസവും സ്നേഹവും സ്നേഹബന്ധത്തിലൂടെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുക. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ചില ബന്ധങ്ങൾ അത് നല്ലതല്ല, അത് വേണ്ട, തൽക്കാലം ഇപ്പൊ വേണ്ട, അതിൽ മാറിപ്പോകാം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാവും. ചില കാരണങ്ങൾ കൊണ്ട് ഒരാളെ അകറ്റി നിർത്താൻ ശ്രമിക്കും. അവരുടെ സംസാരം, പെരുമാറ്റം എന്നിവയിലൂടെ അത് പ്രകടമാകും. പക്ഷെ മുമ്പേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് വന്ന് മനസ്സ് മാറിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളെ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളിലെ വരണം എന്ന് തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരുമിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച വ്യക്തികളായിട്ട് തന്നെ ഇവിടെ മനസ്സിലാകല്. ഒരുപാട് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെയൊക്കെ മുന്നോട്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവായ സാഹചര്യം, അത് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു സന്തോഷകരമായ ജീവിതം, ഈ മുന്നോട്ടുള്ള ജീവിതം ജോലി സംബന്ധമായ നല്ല ജോലിയായിരിക്കാം, അല്ലെ കാണാൻ സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കാം, പല കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പല ദൃഷ്ടിദോഷം, കണ്ണീർ, അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ വന്നുപെട്ട ഒരു സാഹചര്യമായിട്ടാണ് ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് ജഡ്ജ്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നന്നായിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്നായിട്ട് പ്രാർത്ഥനയോടെ പോകാനാണ് ഇവിടെ പറയുന്നത്. ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കുക. ചിലപ്പോൾ ചില വ്യക്തികൾ റിയൂണിയന് വേണ്ടിയിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ചില വ്യക്തികൾ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സ്നേഹത്തോടെ പ്രണയം വന്ന വ്യക്തികളായിരിക്കും. അപ്പം എന്ത് തന്നെയായാലും ഒരുമിച്ചുള്ള ജീവിതം ഇവിടെ സാധ്യമാവുന്നതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. പല മാറ്റങ്ങളും ആ വ്യക്തി മാറണം എന്ന് ചിന്തിക്കുന്നുണ്ട്, മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം മറക്കണം, ഒക്കെ പൊറുക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ പുതിയ തുടക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു ജഡ്ജ്മെന്റ് കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആഗ്രഹിച്ച ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും, ഒരു റീയൂണിയൻ സംഭവിക്കും എന്നൊക്കെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വേൾഡ് കാർഡ് വന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളും കൂടി അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം, ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്നാണ് ഇവിടെ കണ്ടത്. അപ്പം വിദേശത്തൊക്കെ ഉള്ള വ്യക്തികളാവാനും സാധ്യതയുണ്ട് കൂടുതലായിട്ടും. അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോകണമെന്നോ, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണോ, അത്തരം ഒരു കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാകും. നാട്ടിൽ വന്ന് കുടുങ്ങി നിൽക്കുന്ന വ്യക്തികളോ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്കിപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുന്ന ഒരു സമയമാണിത്. പല നെഗറ്റീവായ സാഹചര്യങ്ങളുമാണ് ജീവിതത്തെ ആകെ മാറ്റി മറച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ വ്യക്തി ചിന്തിക്കുക, നിങ്ങൾ പേരും കൂടെ ഒരുമിച്ചുണ്ടായാലും ജീവിതം കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. ഇത് സോളുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിങ്ങളെ മാത്രമാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ള പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി. അപ്പം പഴയ പ്രശ്നങ്ങളൊക്കെ അവർ മറക്കാൻ തന്നെ തീരുമാനിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.